ഹലോ, ബിഷപ്പ് നോബിൾ ഫിലിപ്പ്. ഞാൻ ആദ്യം ഒരു വോയിസ് കേൾപ്പിച്ചു തരാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ കൺട്രോളിൽ നിൽക്കാതെ ഞാൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരാം. കയ്യിലിരിപ്പിന് ഓരോ ആൾക്കാർ ചോയ്സ് വാങ്ങിക്കുന്നതാണ്. ഇതിപ്പം അച്ഛൻ കൊണ്ടുപോയി കേസ് കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് പറയാം. ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്ന എനിക്ക് വയ്യ മിണ്ടാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഫാദർ കേസ് കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ A to Z കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വോയിസ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്, വീഡിയോ ആയിട്ടും കിട്ടിയിട്ടുണ്ട്, ടൈപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കുപ്പായിട്ട് ബഹുമാനിക്കാൻ പറഞ്ഞു. ബഹുമാനം ചോദിച്ച് പേടിക്കേണ്ടെന്ന് ഒന്നല്ല. അത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായതുകൊണ്ട് അത്രയ്ക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഒരു ചെറിയൊരു ഡെഡിക്കേറ്റ് ഞാൻ ഇട്ട് തന്നിട്ട് പോവാം. ഈ അച്ഛൻ കല്യാണം കഴിച്ചിട്ടുള്ളവനാണ്. കേട്ടല്ലോ, ഈ അച്ഛൻ അതായത് ബിഷപ്പ് നോബിൾ ഫിലിപ്പ്, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അവരുടെ സഭയിൽ കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. പിന്നെ ഇത് വച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഭാര്യയും മക്കളും എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പറയും, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതൊന്നും നിന്നെ ഒന്നും പേടിച്ചിട്ട് ഞാൻ നിർത്താൻ പോകുന്നില്ല, കേട്ടോ. പിന്നെ ഒരു തള്ളച്ചി, ആ തള്ളച്ചി ഞാൻ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇട്ടൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റിനുള്ള മറുപടി ഞാൻ ഇപ്പം തരാം. ഞാൻ ഇത്രയും ദിവസം വിട്ടത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ വഴിയെ പോകുന്ന പട്ടികൾ ഇരുന്ന് കുരയ്ക്കും. ആ പട്ടികൾക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ആ കമൻറ്റ് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് വെക്കാം. ഞാനിതൊന്ന് വായിച്ചിട്ട് ഇതിനുള്ള മറുപടി ഞാൻ തരാം. തള്ളേ, മതി വെളുപ്പിക്കാൻ നിൽക്കണ്ട. ഇതിൻ്റെ പിന്നിൽ വേറെ കളികളാണ്, അല്ലാതെ രേണുവല്ല കുറ്റക്കാരി. രേണു തന്നെയാണ് കുറ്റക്കാരി. എവിടെയോ നിന്ന മനുഷ്യനെ മീഡിയാസിൻ്റെ മുന്നിൽ വലിച്ചിട്ടത് രേണുവാണ്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, കേട്ടോ. കമൻറ്റ് കണ്ടിട്ട് സഹിക്കാൻ വയ്യേ മാറിയിരുന്ന് കരഞ്ഞോളൂ. ഇപ്പം ആരാടി എൻ്റെ ഇൻബോക്സിൽ വന്നിരുന്ന് കരയുന്നത്? നീയല്ലേ? നിനക്ക് രേണുവിനെ ഞാൻ പറഞ്ഞത് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് മോങ്ങുന്നത്. അച്ഛൻ്റെ സംസാരമാണോ അയാൾ പറയുന്നത്? അതുകൊണ്ട് തന്നെ ആണ് ആളുകൾ എടുത്തിട്ട് അലക്കുന്നത്. നിനക്ക് കൊള്ളാൻ നീയാണോ ആ ആരോ ഒരാൾ? സഹായം ചെയ്തതിൻ്റെ പേരിൽ ആൾക്കാരുടെ മുന്നിൽ കോമാളി അവൻ്റെ വരുന്ന ഒരു മനുഷ്യൻ പിന്നെ ഇതുപോലെ അല്ലാണ്ട് പിന്നെ അയ്യോ വേണുമോളെ ചക്കരേ പഞ്ചാര എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്യണോ? അത് നിന്നെ പോലെയുള്ള മരവാഴകൾക്ക് പറ്റുമായിരിക്കും, അത്യാവശ്യം അന്തസ്സും അഭിമാനമുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. പിന്നെ നീയാണോ ആരോ ഒരാൾ? അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ കേൾപ്പിച്ചു തരാം. ജനറ്റിക്കലി പറഞ്ഞ മക്കളുമാരുണ്ടെന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റോടുകൂടി വന്ന് പിതാവാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന എത്ര മക്കളുണ്ടെങ്കിലും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിൻ്റെ ബാക്കി മനസ്സിലാവണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ അച്ഛൻ പറഞ്ഞിരുന്നു DNA ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ കൊച്ചിൻ്റെ അച്ഛൻ സ്ഥാനം ഏറ്റെടുക്കാം എന്നത്. ഇപ്പം മനസ്സിലായോ? ആ ആരോ ഒരാൾ നീയാണോ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം? നിനക്കൊക്കെ അത്രയ്ക്ക് ഗഡ്സ് ഉണ്ടെങ്കിൽ നീയൊക്കെ പോയി ആദ്യം തെളിയിക്ക്, എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് മെഴുക്. അപ്പം ഞാൻ അതിനുള്ള മറുപടി തരാം. അല്ലാണ്ട് ഏതോ ഒരുത്തി എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അതിൻ്റെ പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് മെഴുകരുത്. നീയൊക്കെ നിൻ്റെ സംസ്കാരമാണ് ബാക്കിയുള്ള ആൾക്കാരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകിക്കൊണ്ട് പറയുന്നത്. ആ സംസ്കാരത്തിലല്ല എല്ലാവരും വളരുന്നത്. നിൻ്റെ ഒന്നും സ്വഭാവം ആയിരിക്കത്തില്ല ബാക്കിയുള്ള ആൾക്കാർക്ക്, കേട്ടോ. ഇനി ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ, നീ ഇത് കണ്ടു കഴിയുമ്പോൾ എൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിട്ട് നിനക്ക് റിയാക്ട് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ തോന്നും. നീ അങ്ങ് പോയി ഉണ്ടാക്ക്, എനിക്കൊരു കോപ്പുമില്ല, കേട്ടോ. വേഗം പോയി അങ്ങ് ഉണ്ടാക്ക്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, ശരി എന്നാൽ ടാറ്റ.